എത്രയുണ്ടോ കിട്ടി? അടുക്കളൊക്കെ കമ്പിയൊക്കെ കിട്ടി കപ്പ കൂടി പോകുന്നു. ഇത് എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി 2 മണിക്ക് 10 മണിക്ക് കുറച്ച് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ 12 2 മണിയാകുമ്പോഴേക്കും ഫുള്ളും കുറേശ്ശെ ആയിട്ട് മുഴുവനും വീണു. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? താമസം ഉണ്ടായിരുന്നു? ഇവിടെ തന്നെ മാറിയില്ല അല്ലേ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീടിന്റെ ആ ഭാഗം കുഴപ്പമില്ല, അടുക്കള ഭാഗം മൊത്തം വീണു. പിന്നെ ആരുള്ളത് ഇപ്പൊ കൂടെ? അമ്മയുണ്ട്, സംസാരിക്കാത്ത ആളാണ് ബാലേട്ടൻ. വരണമ്പടത്ത് ബാലേട്ടൻ്റെയും മോമൻ ചേച്ചിയുടെയും വീടാണ്. പിന്നെ സംരക്ഷണ ഭിത്തിയാണ് ആദ്യം പൊളിഞ്ഞു ചാടിയത്. സംരക്ഷണ ഭിത്തി കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് പടുത്തതായിരുന്നു. പക്ഷേ അത് ഇടിഞ്ഞു താഴുകയും പിന്നീട് അവരുടെ അടുക്കള വർക്കേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം മഴയിൽ മൊത്തമായി ഇടിഞ്ഞു തന്നിരിക്കുകയാണ്. ഈ ബാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. ഓമന ചേച്ചിയും ഇവരൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ലൈഫ് മിഷന് കിട്ടിയൊരു വീട് കൂടിയാണ് അവരുടെ വീട്. അപ്പോൾ അങ്ങനെ കിട്ടിയ വീടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇടിഞ്ഞു തന്നിരിക്കുന്നത്. വലിയ ദുരിതം അനുഭവിക്കുന്ന കുടുംബമാണ്. അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക മാത്രം അവരുടെ കുടുംബം തന്നെ ഒരു വലിയ അപകടം. ഇത് ഇടിഞ്ഞതാന്ന് ബാക്കിയുള്ള ഭാഗം ഇടിഞ്ഞു തന്നാൽ വലിയൊരു അപകടം. വീടിൻ്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു താഴും. എത്രയും പെട്ടെന്ന് ഈ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലാണ് വീടിൻ്റെ അവസ്ഥയുള്ളത്. ഇപ്പം എങ്ങനെ ഇവരെ മാറി താമസിക്കേണ്ടി വരുമോ? മാറ്റണോ? മാറി താമസിക്കേണ്ട അവസ്ഥയിൽ ആണെന്ന് ചോദിച്ചാൽ അത്ര അവസ്ഥയിലാണ് ഈ ഭാഗം ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴ പെയ്ത ബാക്കിയുള്ള ഭാഗങ്ങളിൽ മണ്ണൊലിച്ചു പോയാൽ ഇടിഞ്ഞു താഴുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് അവരൊക്കെ അറിയിച്ചു? അധികാരികളെ അറിയിക്കുന്നതാണ്, അറിയിച്ചിട്ടുണ്ട്. അവരെ അറിയിക്കുന്നതാണ്. സമയത്തായി. അപ്പോൾ ഉണ്ടായിരുന്നു താമസം? ആളിലായിരുന്നു ഇവിടെ? ഞാൻ ഉണ്ടായിരുന്നു. അവർ ആശുപത്രിയിലാണ്. അപ്പോൾ കാര്യമായിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ ചെറിയൊരു ഇതേ കേട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് അത് കണ്ടത്. വില്ലേജോട് പറയാം കേട്ടോ. വില്ലേജോട് പറയാം. തിരക്കിലാണ് വിളിച്ചത്. തോട്ടത്തിലാണ് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം.